ഹലോ, നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഉലുവയുമായിട്ടാണ് കേട്ടോ. നമ്മളെ മുടിയൊക്കെ കൊഴിയുന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്ക് നമ്മൾ തലയിൽ മസാജ് ചെയ്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നന്നായിട്ട് മുടി കൊഴിച്ചിൽ നിൽക്കും കേട്ടോ. ഇതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഉലുവ നമ്മൾ കുറച്ചെടുത്ത് വെള്ളത്തിലിടുക. നമ്മളെ മുടിക്കനുസരിച്ചുള്ള ഉലുവ ഇടുക. എനിക്ക് കുറച്ച് മുടിയുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഉലുവ എടുത്തത് കേട്ടോ. അത് നന്നായി തിളപ്പിച്ചെടുത്തതിന് ശേഷം ഈ ഒരു കളറിൻ്റെ പാകത്തിനെടുത്ത് നമ്മൾ ഊറ്റിയെടുക്കുക. പിന്നെ അത് ഉലുവ അപ്പാട് മിക്സിയിലിട്ട് അടിച്ചെടുത്ത് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ ഇതുപോലെ എടുത്തേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഇത് തലയിൽ തേക്കുന്നതിന് മുന്നേ ആ ഒരു ഉലുവ വെള്ളത്തിനകത്തേക്ക് കറ്റാർ വാഴയുടെ ജെല്ലൂടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും കേട്ടോ. ഞാൻ തണുപ്പ് പിടിക്കുന്നത് കൊണ്ടാണ് കറ്റാർ വാഴയുടെ ജെല്ല് ഇടാതിരുന്നത്. മഴക്കാലമൊക്കെ അല്ലേ, അപ്പോൾ തണുപ്പൊക്കെ പിടിക്കുന്ന ആളാണെങ്കിൽ ഇതുപോലെ ചെയ്ത് കൊടുത്താലും മതി. അതിന് നമ്മൾ തലയിനകത്ത് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. സ്പ്രേ ബോട്ടിലുണ്ടെങ്കിൽ അതിനകത്ത് ഒഴിച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും വളരെ നല്ലതാണ് കേട്ടോ. അതുപോലെ ചെയ്യുന്നതാണ് നല്ലത്. ഞാൻ സ്പ്രേ ബോട്ടിൽ പൊട്ടിപ്പോയത് കൊണ്ടാണ് കേട്ടോ ഇതുപോലെ ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് ആ വെള്ളമൊക്കെ നമ്മളെ തലയോട്ടിയിൽ നന്നായിട്ട് ഉരച്ച് മസാജ് ചെയ്ത് കൊടുക്കുക. നമ്മളിത് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ. അതിൽ കൂടുതൽ വെച്ച് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. മാക്സിമം നമ്മളൊരു അരമണിക്കൂറെങ്കിലും വെക്കാൻ ശ്രമിക്കുക. അങ്ങനെ വെക്കുകയെന്നുണ്ടെങ്കിൽ നമ്മളെ മുടിക്കൊഴിച്ചിൽ പാടെ മാറും കേട്ടോ. അപ്പോൾ നമ്മളെ ഉലുവ എന്ന് പറയുന്ന സാധനം വളരെ നല്ലതാണ്. മുടിക്കും താരനും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ താങ്ക് യു.